എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം അടക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ മൂട്ടിന് തീപിടിച്ച ഒരാ റസൂൽ പൂക്കുട്ടീന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഇത്രമാത്രം അനുഭവിക്കാൻ ആ മനുഷ്യൻ എന്ത് വാവാ ചെയ്തത് എന്ന് ദൈവത്തിനറിയില്ല. ഉണ്ടാവാ കണ്ണുനീർത്തുള്ളി സ്ത്രീയോട് ഉപമിച്ച ആരാണോ ഉപമിച്ചത്? ഇതായിപ്പോ റസൂൽ പൂക്കുട്ടിയുടെ അവസ്ഥ. വീഡിയോ കാണും. നമസ്കാരം. നേരത്തെ രണ്ടാം ഭാഗം എന്നിട്ടാ രണ്ടാം ഭാഗം, അതായത് ദിയ സനയുടെ വീഡിയോ ഞാൻ പ്രേക്ഷകരുടെ കൂടെ തന്നെയാണ് കാണുന്നത്, അല്ലാതെ വേറെയല്ല. നമുക്ക് ഒരുമിച്ച് കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും പറയുന്നേ ദിയ സന ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ്. കാരണം ഇത്രയൊക്കെ അറിവുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഇതിനു മുന്നേ പ്രതികരിച്ചില്ല? അതൊരു വലിയ തെറ്റ് തന്നെയാണ്. കാരണം ദിയ സന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉരുളക്കുപ്പേരി പോലെ പ്രതികരിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ പൂക്കുട്ടി അണ്ണന്റെ മുന്നിൽ എത്തുമ്പോഴേ എന്തിനാണ് ഇങ്ങനെ തൊഴുതു നിന്നത്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൂക്കുട്ടിയുടെ റോള് സിനിമയിൽ എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അയാളെ അവിടുന്ന് തൂക്കി എറിയുന്നതിന് പകരം ഈ ഒരൊറ്റ കാര്യം മതി അയാളെ അവിടുന്ന് തൂക്കി എറിയാൻ. എന്നിട്ട് എന്തുകൊണ്ട് മിണ്ടാതിരുന്നു? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും 3 മാസം മുമ്പെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, എന്നിട്ടും മിണ്ടാതിരുന്നത് എന്തിനാണ്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇങ്ങനെ മറച്ചു വെക്കുന്നതിനനുസരിച്ച് ആ സ്ത്രീയുടെ കാര്യം, ഞാൻ ആ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ സെലിബ്രിറ്റികൾ ഇതുപോലെ ഓരോന്നിനെ ഇങ്ങനെ താങ്ങി നിർത്തുമ്പോഴേ ആ പാവ സ്ത്രീ, ഏതായാലും ദിയ പറയുന്ന ബാക്കി കാര്യങ്ങളും കേൾക്കാം. ആളുകള് സജനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് ഇപ്പോഴും അവര് ഭയങ്കരമായിട്ട് ബാക്കിൽ ഉൾവലിഞ്ഞാണ് നിൽക്കുന്നത്. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സജനയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സജനയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സജന ഇവരെയൊക്കെ എടുത്ത് വെളിയിലിടും അത്രേ. പക്ഷെ ഈ റീസൺലി ലേറ്റസ്റ്റ് വന്ന അതെ, അതായത് സജിനയെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല പോലും. ആളുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒഴിഞ്ഞു പോയി പോലും. സജിനയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സജിനെ എല്ലായിടത്ത് വെളിയിലിടും പോലും. ഈ എല്ലായിടത്ത് വെളിയിലിടുന്ന പറഞ്ഞാൽ എന്താ സംഭവം? അതെന്താ സംഭവം? അതൊന്ന് പറഞ്ഞു തരൂ. ഞങ്ങള് ഇപ്പൊ എൻ്റെ ഒരു സ്വഭാവം, ഇപ്പൊ എൻ്റെ കയ്യിൽ എന്തൊക്കെ കയ്യിലിരിപ്പുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. വേറെ ഒരുത്തിന് അത് അറിയെങ്കിൽ ഈശ്വര അവനോട് തെറ്റിക്കഴിഞ്ഞാൽ അവനെടുത്ത് വെളിയിലിടോ, അങ്ങനെയുള്ള ഒരു ഇതുണ്ടാവും. അല്ലാതെ വേറെ എന്താടേ? ഞാനാണ് ആക്ച്വലി എനിക്കിത് അറിയില്ലായിരുന്നു. ഞാൻ അറിയുന്നത് ഈ പറഞ്ഞ പബ്ലിക്കിന്റെ ഇടയിലേക്ക് എന്നെ പറ്റിയിട്ട് അപവാദം പറയുന്ന സമയത്താണ് അവളുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ അറിയുന്നത്. അതിനുശേഷമാണ് ഈ സുഹൃത്തുക്കൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് ഇതുപോലെ ദിയ ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഞങ്ങളൊക്കെ പേടിച്ചിട്ടാണ് ഇപ്പോഴും റിലേഷൻഷിപ്പും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോണേന്ന്. ഞാൻ ആകെ ഷോക്കായി പോയി. ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ഒരാളിന്റെ ഒപ്പമായിരുന്നു ഞാൻ നിന്നിരുന്നെന്നുള്ള രീതിയിൽ. അല്ല, ഇവളെ സഹായിക്കാൻ ഈ സജ്ജന നൂർ ആരാ? രാജാവാ? ഈ സജ്ജന നൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോളാണ്? ഇവളെ എന്തിനാ പേടിച്ചോണ്ടിരിക്കുന്നത്? ബിഗ് ബോസിലെ മറ്റു താരങ്ങള് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളൊക്കെ ഇവളെ പേടിച്ചോണ്ടാ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഇവരെന്താ എന്തെങ്കിലും ഇവരെ മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഈ സജ്ജനേന്റെ മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. സജ്ജന അത് വിളിച്ചു പറയും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതല്ലേ സംഭവിക്കുന്നത്? തീയില്ലാണ്ട് പുകയുണ്ടാവില്ലല്ലോ. ഞാൻ എങ്ങനെ പിണങ്ങി പിണങ്ങി എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളടുത്ത് മുന്നോട്ട് പറയാം. അങ്ങനെ ബോംബെയിൽ വെച്ചിട്ട് ഇയാള് വിളിക്കുന്നു, ഇയാള് പാനിക്കാവുന്നു, ഇയാള് ഭയങ്കര വിഷമം പറയുന്നു, സജനേനെ വിളിക്കുന്നു. ഞങ്ങള് അവളെ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ റസൂൽ പൂക്കുട്ടി പറഞ്ഞു അയാളുടെ ഭാര്യക്ക് നീ മെസ്സേജ് അയച്ചു, അപ്പം നീ അത് ചെയ്യരുത്, അവർക്ക് ബ്രെയിൻ ട്യൂമർ ക്യാൻസർ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നീ അതിന് സമാധാനം. എന്റെ പൊന്നി ചെങ്ങാതി പറയും, ഞാൻ പറയുന്നത് ഇത് തന്നെയാണ്. അതായത് വേറെ ഒരുത്തൻ ഭാര്യയും മക്കളും ഉള്ള ഒരുത്തൻ ഇവരെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴേ ഒരാട്ടല്ലേ വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള ഈ അഭീതങ്ങൾക്കൊക്കെ നിങ്ങൾ എന്തിനാണ് സഹോദരി ഇത് ചെയ്യാൻ പോകുന്നത്, കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നത്? ഈ പൂക്കുറ്റി എന്ന് പറഞ്ഞവൻ ആരാ? അതാ ഞാൻ ചോദിക്കുന്നത്. ഓനെന്ന ദൈവമാണോ? ഈ പൂക്കുറ്റി എന്ന് പറയുന്നവനെയൊക്കെ നിങ്ങള് ഇത്രമാത്രം പൂജിക്കാൻ വേണ്ടി ഇവൻ ആരാ? നിങ്ങൾക്ക് തുപ്പി ആട്ടിക്കൂടെ? അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റോളോട് പറഞ്ഞു പോടിയാണെന്ന് പറഞ്ഞിട്ട് ഇത് വെളിയിലെടുത്തിട്ടൂടെ? ബ്ലഡ് ക്യാൻസർ ആയ ഭാര്യ പോലെ. എടോ, രോഗിയാക്കിയത് തന്നെ ഇവറ്റകളെല്ലാം കൂടിയിട്ടാന്ന്. അത് മനസ്സിലാക്കി നിങ്ങള്. പറയേണ്ടി വരും സജന, നീ ഇങ്ങനെ ചെയ്യല്ല, നീ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാന്ന് പറഞ്ഞു അവളെ കാല് പിടിച്ചിട്ട് ഞങ്ങൾ വിളിക്കുക അവളെ. അപ്പൊ അവൾ എന്റെ അടുത്ത് പറയാണ്, എനിക്ക് അവര് മരിച്ചാലും വേണ്ടൂല, എനിക്ക് എന്റെ ജീവിതം സേഫ് ആക്കിയാൽ മതി, എനിക്കിപ്പം ഷാദിത്താടെ കാര്യം അറിയേണ്ട കാര്യമില്ലാന്ന്.
ആലോചിച്ച് നോക്കണം, ഒരു ഭാര്യ ഉള്ള ഒരാള് അയാള് വേറൊരാളിന്റെ അടുത്ത് റിലേഷൻഷിപ്പ് വെക്കുന്നു. ഈ സ്ത്രീ ആ ഭാര്യയായിട്ടുള്ള ആ സ്ത്രീക്ക് ഒരു കൺസേണും കൊടുക്കാതെ അവര് ചത്താലും കുഴപ്പമില്ല, അവര് ചാവണമെന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. എന്നിട്ട് അവളുടെ മാത്രല്ല പൂക്കുറ്റിന്റെ ആഗ്രഹം ഇത് തന്നെയായിരിക്കും. എടോ, ഈ അവളെ മാത്രല്ല പൂക്കുറ്റി എന്ന് പറയുന്നവനുണ്ട് ഇതിന്റെ അകത്ത്. അതുപോലെ തന്നെ പൂക്കുറ്റി, പിന്നെ എന്താ പറയണ്ടത്, നിങ്ങളൊക്കെ പറയുന്നില്ലേ, നിങ്ങളൊക്കെ പറയുന്നത്. എന്നിട്ട് എന്തിനാണ് ഇതിന്റെയൊക്കെ വാക്ക് കേൾക്കാൻ പോയത്? നമ്മളൊക്കെ ഇതുപോലെ ഒരു അവിഹിത കഥയായിട്ട് ഒരുത്തം വന്നിട്ടുണ്ടെങ്കിൽ പോടാ, നമ്മളങ്ങനെയാ പറയില്ലോ. അല്ല പറ കേക്കട്ട് ഇങ്ങനെ നമ്മൾ പറയത്തില്ല. നമ്മൾ ഏത് കൊലകൊമ്പനായാലും വേണ്ടിയില്ല, മറ്റുള്ളവന്റെ കുടുംബം തകർക്കാൻ നിൽക്കുന്നത് ഏതോനായാലും വേണ്ടിയില്ല. മനസ്സിലായ? അവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റീനി. അതായത് ആ സ്ത്രീയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്കൊക്കെ ഉണ്ട്. നിങ്ങളുടെ കൂട്ടുകാരിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്പോൾ തന്നെ തുറന്നു പറയണമായിരുന്നു. സമൂഹത്തിന്റെ മുമ്പിൽ ഇയാളിതാ ഈ പെണ്ണിയും കൊണ്ടാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയാനുള്ള ആർജവമുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ള ആ ഒരു ഇതുണ്ട്, ഒരു എന്ന ത്വരിതിയുണ്ട്. കാരണം നിങ്ങൾ അതുപോലെ സാമൂഹ്യ പ്രവർത്തകയാണ്. ആ ഒരു ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാമായിരുന്നു, പക്ഷെ നിങ്ങൾ പറഞ്ഞില്ല. അത് നിങ്ങളെ തെറ്റ് തന്നെയാണ്. അവൾക്ക് അയാളുടെ ലൈഫിൽ കയറി പോണെന്ന്. എങ്ങനെയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഈ ഒരു വിഷയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്? അവള് പറഞ്ഞല്ലോ MDMA പേരിലാണ് അവളുടെ അടുത്ത് പിണങ്ങിയെന്ന്. ഒരിക്കലും അല്ല. ഈ വിഷയം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യം അവളെ തെറി വിളിച്ചു. നല്ല വൃത്തിക്ക് തന്നെയാണ് ഞാൻ തെറി വിളിച്ചത്. എനിക്ക് അതിനകത്ത് ഇതൊന്നും തോന്നുന്നില്ല. ഒരു സ്വന്തം ഭാര്യ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് വരണം, മരിച്ചാലേ എനിക്ക് അതിന് സൗകര്യം കിട്ടണം എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഒന്ന്. രണ്ടാമത്തെ, ഞാൻ അപ്പോഴും പറഞ്ഞപ്പോ തന്നെ ഞാൻ ഇരുന്നോണ്ട് പറഞ്ഞു, ഇത് ഫിറോസൊക്കെ വല്ല അറിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല എന്നുള്ളത്. ഡിവോഴ്സ് ആവാതെ നീ ഇത്തരം വിഷയങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോ ഇത് ഫിറോസൊക്കെ വല്ല അറിഞ്ഞാലുള്ള ഭവിഷ്യത്തിനെ പറ്റി നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ പറയാനാണ്. എനിക്ക് അവനെ പറ്റിയിട്ട് ഒരു ചുക്കും അറിയേണ്ട കാര്യമില്ല. അവൻ എന്റെ കുഞ്ഞിനെ അബ്യൂസ് ചെയ്തു എന്നുള്ളത്, അതായത് കുഞ്ഞിനെ അബ്യൂസ് ചെയ്തു എന്ന് ഫിസിക്കലി പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും അവനെതിരെ. അവൾ എന്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാൻ മൈനറായി നിൽക്കുന്ന സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്ത്രീ എന്റെ അടുത്ത് പറഞ്ഞ ഈ വിഷയത്തെ ഞാൻ വളരെ ഗൗരവമായിട്ട് കാണുകയും എനിക്ക് ആകെ ഷോക്കാവുകയും ഞാൻ മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടാവുകയും നല്ല രീതിയിൽ ചീത്തവിളിയെന്ന് മാത്രമല്ല, ഞാൻ ആകെ ഷോക്കായിട്ട് ഞാൻ തരിച്ചിരുന്നു പോയി. അതുവരെ മോനെ 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 എന്ന് വിളിക്കുന്ന ഒരു സജനയാണ് എനിക്ക് അറിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം കുഞ്ഞിനെയാണ് അവൾ എന്റെ അടുത്തിട്ട് പറയുന്നത്. ഇത് കേട്ടവരും അറിഞ്ഞവരും ഇതേ വൃത്താനം പറഞ്ഞവരും ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സീക്രട്ട് എന്റെ സായിയുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കി. ഇതേ കാര്യം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പോലും ഞാൻ CWCക്ക് എന്റെ പൊന്ന സഹോദരി, ഇത് കേട്ടപ്പോഴും നിങ്ങൾ എന്തിനാ ആ സ്ത്രീയെ തെറി വിളിക്കണം? നിങ്ങൾ എന്നിട്ട് പോലും അത് നിങ്ങൾ എന്താണ് ചെയ്തത്? അത് കേട്ടെ, നിങ്ങൾ എന്താണ് ചെയ്തത്? അപ്പോഴും ഫിറോസിക്കാക്കെതിരെ വേറെ 17 വയസ്സായ ഒരു കുട്ടിക്കെതിരെ വെച്ച ഒരു അലിഗേഷൻ ഉണ്ട്. അതിനെതിരെ ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് തെളിയിക്കണം. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സജന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് അത്തരത്തിലുള്ള അലിഗേഷൻ നടത്തിയതിന് പറയണം. ഇനി ഞാൻ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ അത് വിശ്വസിക്കാത്തതെന്ന് ചോദിച്ചാൽ, സജന എന്നോട് സ്വന്തം മകളെ പുള്ളി ഉപദ്രവിച്ചു എന്നുള്ള സംഭവം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് വീണ്ടും അടുത്ത് ചോദിച്ചപ്പോൾ ആ ഫിസിക്കലി അല്ല, അത് പിന്നെ ഞാൻ അത് വലിയ ട്രിഗറായി സംസാരിക്കുമ്പോ ഇല്ല, ഫിസിക്കലി അല്ല, അത് മെന്റലി എന്ന് ഇവള് പറഞ്ഞതാണ്. ഒന്ന് ആലോചിക്കണം. അപ്പൊ അവള് എന്തിനും മടിക്കത്തില്ല. അങ്ങനെ ഒരു സ്ത്രീ എങ്ങനെ സൗഹൃദത്തിൽ തുടരും? അല്ല, അങ്ങനെയുള്ള സ്ത്രീയെ സൗഹൃദത്തിൽ തുടരുന്ന് നമ്മൾ പറയുന്നില്ല. നിങ്ങൾ ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധം എവിടെ ഉപേക്ഷിക്കണമായിരുന്നു അറിയാം. ഈ പൂക്കുറ്റിയായിട്ടുള്ള ഈ പ്രശ്നമുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനെ ചവിട്ടി പുറത്താക്കേണ്ടിയാണ്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും സൗഹൃദം. ആദ്യം തന്നെ വേണ്ടത് എന്ന് പറഞ്ഞ് ഈ അവിഹിതക്കാരുമായിട്ട്, കുടുംബം തകർക്കുന്നവരുമായിട്ട് ഒരു സൗഹൃദവും പാടില്ല. അവിഹിതക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേറൊരു വീട്ടിലേക്ക് അടുത്തത് കയറും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സമൂഹ വിപത്തുകളെ ഒരു കാരണവശാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ദിയാസനയോട് ഇനിയും കൂടിയാണ് പറയുന്നത്, അവിഹിത ബന്ധങ്ങളെ, അവിഹിതങ്ങളായിട്ട് പോകുന്നവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനോ അവരുമായിട്ട് കൂട്ടുകൂടാനോ അവരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പണ്ടൊരു ചെയ്തില്ല, അതേപോലെ ചെയ്യാൻ വേണ്ടത്. ഇങ്ങനെയാണ് ഞാൻ അവളായിട്ട് തെറ്റുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ നല്ല വൃത്തിക്ക് തെറി വിളിച്ചു. ഇനി ജന്മത്തെ എന്റെ അടുത്ത് വന്ന് ഞാൻ കാലേ വരെ തറയിലടിക്കുമെന്ന് തന്നെ പറഞ്ഞു. എനിക്കിനി ഒരു രീതിയിലും ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് അവർക്കുള്ള പ്രശ്നം. ഹലോ, എവിടെയാ? ഞാനിപ്പോ സ്റ്റുഡിയോയിലാണ്. ഇയാള് പിന്നെ മിക്ക ഷോയിലും പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര ഒച്ചപ്പാടും ബഹളവും
ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 11:10 ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. അവിടെ കക്ഷി നിൽക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് ഇവിടെ റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ നിന്ന് ബുക്ക് ചെയ്തൊരു കസേരയിൽ എഴുതി ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തി. നടു റോഡിൽ വിളിച്ചു വരുത്തി BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ പക്ഷേ ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. ബുക്ക് എടുത്ത് വീട്ടിൽ റൂമിൽ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. 6:30 ഫ്ലൈറ്റിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ വീട്ടില് മൊത്തം പ്രശ്നങ്ങളാണ്. അല്ല ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ അവള്? എന്റെ അടുത്തുണ്ട്, പക്ഷെ നിങ്ങൾ സംസാരിക്കണ്ട. ഇല്ല ഞങ്ങള് സംസാരിക്കില്ല. നിങ്ങൾ സംസാരിക്കണ്ട, പക്ഷെ നിങ്ങൾ തിരുവനന്തപുരത്ത് കക്ഷി വരുമ്പോൾ നിങ്ങൾ പോയി കാണണം. കണ്ടിട്ട് ഇല്ല സാർ, നോ സാർ, ഞങ്ങൾ ഇനി ഒരു രീതിയിലും കണക്റ്റഡ് ആവില്ല സാർ. റിയലി സോറി സാർ. നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ എന്തോന്നൊന്നും നമുക്കറിയില്ല. ഞാനാവില്ല. എന്നാ വെച്ചാൽ ദിയയ്ക്ക് അയച്ച വോയിസ് മെസ്സേജിലുണ്ട് ഇക്കായ്ക്ക് എന്നോട് ദേഷ്യാന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളടത്ത് പിന്നെ നമ്മൾ ഇക്കായ്ക്ക് വേണ്ടി പോലും ഞാൻ ഒന്നും ചെയ്തില്ല. കാരണം കഴിഞ്ഞ പ്രശ്നത്തില് ഇക്ക എന്നെ തെറ്റിദ്ധരിച്ച്, ഇക്ക ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ പ്രശ്നത്തില് എന്നെ തെറ്റിദ്ധരിച്ച് ഇക്ക പറഞ്ഞെന്നാണ് പറയുന്നത് ഞാനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന്. അത് അങ്ങനെയാണോ ഇക്ക? അങ്ങനെയാണോ എനിക്കറിയത്തില്ല. നിങ്ങൾ എല്ലാവരും കൂടി മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ഇത് അറിഞ്ഞിട്ട് എന്റെ ഒരു മിനിറ്റ് ഇടക്കിടപെടുന്നോണ്ട് ഇരിക്കണേ. ഞാൻ പൂക്കുറ്റിയോട് പറയുകയാണ്, എൻ്റെ പൂക്കുറ്റി കുറച്ചെങ്കിലും ഉശിരും പുളി ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞ താനൊക്കെ ഒരു മനുഷ്യനാണോടോ? ഇതിനെ കണക്കായിട്ട് കുറെ നാറിയ ഒരു അപരാധിച്ചുകൾ കുറെ എണ്ണം പറയും ഇവന് വേണ്ടിയിട്ട്. ഷാരേ ഇവനെ സാറ് എന്നല്ല വിളിക്കേണ്ടത്, ഇവനെ ഒരു അക്ഷരം മാറ്റി വിളിക്കേണ്ടത്. നമ്മളെ നികുതി പണം ഈ സോറ് എത്ര തിന്നത്? നമ്മളെ ഭരണത്തിലിരിക്കുമ്പോഴല്ലേ ഇവൻ മറ്റേ എന്തോ കൊണേണ്ടറായിനി നമ്മളെ നികുതി പണവും തിന്നിട്ട്. എന്നിട്ട് അന്നൊന്നും ഒരെണ്ണം പോലും മിണ്ടാനില്ല. പൂക്കുറ്റിനല്ല പേടിയാ. ബോധം കെട്ട് വീണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്ന സമയമാണ്. ഞാൻ പറയട്ടെ, അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇവിടെ പോയൊരു കുരുക്കിൽ ചാടിയപ്പോഴ് അന്നമ്മ എന്റെ നല്ല സുഹൃത്ത്, എന്റെ സുഹൃത്താണ്, എന്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ആൾ. ഇവിടെ എപ്പോഴും അന്നമ്മ എന്റെ അടുത്ത് ജസ്റ്റിഫൈ എങ്ങനെയാണ്? നിങ്ങൾ പറയുന്ന അവള് കേൾക്കില്ല, അവൾ എന്റെ സുഹൃത്താണ്, അവൾ എന്റെ നല്ലത് മാത്രമേ നോക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞത് നിന്റെ നല്ലത് മാത്രം നോക്കുന്ന സുഹൃത്തിന്റെ സുഹൃത്താണ്, കറക്റ്റാണ്, നിന്റെ നല്ലത് നോക്കുള്ളൂ. പക്ഷേ നമ്മളൊരു കുഴിയിൽ ചാടുമ്പോൾ നെല്ലും പതിരും പറഞ്ഞു കൊടുക്കണ്ടേ? അത് നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ എന്ന് അവളോടൊന്ന് ചോദിച്ചു നോക്കി. ഇവള് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ വേറൊരു കാര്യം കൂടെ, അല്ല ഒരു മിനിറ്റ്, നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു നോക്കിക്കേ. എന്നിട്ടും ഞാൻ അവളുടെ കൂടെ നിന്നിട്ട് ഇന്നിപ്പൊ ഞങ്ങൾക്ക് അയച്ച മെസ്സേജ് എന്താണെന്നറിയോ? ഇക്കാടെ കൂടത്തില് ഞങ്ങള് എന്താ പറയാ, അവൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങള് പറഞ്ഞു കൊടുത്ത് അവളെ ഞാൻ ഇക്കാനെയും കൂടെ തെറ്റിക്കുവാണ്, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇക്കാനെയും അവളെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നെന്ന് ഇവള് സ്പീക്കർ ഇട്ട് ഞങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മിക്ക് വയ്യാണ്ടായത്. അറിയാവോ ഇക്ക? എന്റെ അമ്മയ്ക്ക് സത്യം പറഞ്ഞ ഞാൻ ചിരിക്കുന്നത് അവരെ ആ സ്ത്രീയുടെ അവസ്ഥ ഓർത്തിട്ട് വളരെയധികം സങ്കടമുണ്ട്. പക്ഷെ ഇവന്മാരെല്ലാം മൂട്ടിൽ തീ പിടിച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ചിരിക്കുന്നതാണ്. അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ദൈവമുണ്ട്, പടച്ചോനുണ്ട്. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലില്ലേ നരകിച്ചിട്ട് മാത്രമേ പോകത്തുള്ളൂ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉള്ള പണി കിട്ടും പറഞ്ഞ്. ആ പണി കിട്ടുമ്പോഴും എല്ലാവരും ഇവിടെ തന്നെ വേണ പറഞ്ഞ് നോക്കുവന്ന് കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ. ഇനി ഞാൻ അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എനിക്കിനി നിങ്ങളുടെ ഇതിൽ ഇടപെട്ട് എനിക്ക് പഴി കേൾക്കാൻ വയ്യ. കാരണം എനിക്ക് എന്റെ ലൈഫ് ഞാൻ വളരെ സ്ട്രെയിറ്റ് മനസ്സിലാക്കണം. 10 വർഷം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിന്നല്ല, ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട്. എന്റെ ഫാമിലി അങ്ങനെ അല്ല. ഇക്കാടെ ഫാമിലി വലുതല്ലേ. എന്റെ ഫാമിലി, എന്റെ കസിൻസ് ഫുൾ ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇക്കാക്ക് അറിയോ, ദിയ സാക്ഷിയാണ്. എന്നെ എല്ലാവരും പറഞ്ഞു, ഒരു പ്രാവശ്യം നിന്നെ സജന ദ്രോഹിച്ചതാണ്, നീ എന്തിനു തിരിച്ചു കയറ്റിയെന്ന് പറഞ്ഞിട്ട് എന്റെ കസിൻസ് കോട്ടയത്ത് നിന്ന് വരെ വന്നിട്ടുണ്ട്. അറിയാവോ? ഇവൾ എന്നോട് പറഞ്ഞെന്നറിയോ ഇപ്പൊ എന്റെ ലൈഫ് ഇടപെടരുതെന്ന്. പിന്നെ ഇവളുടെ ഉമ്മീനെ വിളിച്ചെന്ന്. ഇവൾ അവിടെ കിടന്ന ഷാദിയത്തിനെ വിളിച്ച് ഞങ്ങള് തിരിച്ച് കേറി വാ പട്ടീനെ പോലെ പറഞ്ഞു. ഞാനും ദിയയും പറഞ്ഞു. ഇവള് കേൾക്കാണ്ടായപ്പോ ഞാൻ ഇവളുടെ ഉമ്മീനെ വിളിച്ചു. കാരണം എന്നാ ഇവള് കാണിക്കുന്ന രീതി വെച്ചിട്ട് ഉമ്മയെങ്കിലും പറയുന്നത് കേട്ട് തിരിച്ചു വരട്ടെ എന്നും. പിന്നെ എന്റെ വീട്ടിൽ നിന്നാ പോയത്.
ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ വീട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ഷാദിയത്തെ ഇവളും തമ്മിൽ ഷാദിയത്തേക്ക് എന്ത് സംഭവിച്ചാലും ഇവക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ ഇവളെ കൂടെ പുറപ്പിനെ പോലെയാണ് കണ്ടത്. ഇവൾ ഇന്ന് പറഞ്ഞ കുറെ വാക്കുകൾ, ഇന്നിപ്പോ എനിക്ക് അയച്ച ഒരു വോയിസ് ഉണ്ട്, ഞാൻ ഇക്കാക്ക് അയച്ചു തരാം. മാനിപ്പുലേറ്റ് ചെയ്ത് ഞാനാണ് മാനിപ്പുലേഷൻ ചെയ്യണത്, ഞാൻ ഇക്കാനെ ഇവളെയും കൂടെ തെറ്റിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇക്കാന്റെ അടുത്ത് ഇവളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കോൺഫറൻസ് കോൾ ഞാൻ ഇക്കാന്റെ അടുത്ത് പറഞ്ഞു, എന്റെ ഇക്കാന്റെ സ്വർണമാണോ വെള്ളിയാണോ ചെമ്പാണോ? ഇക്കാന്റെ ശൂശു ചെമ്പാണോ സ്വർണ്ണാണോ എന്ത് വന്നടേ? എന്നാലും 40 ലക്ഷം ഉറുപ്പ്യെല്ലാം കൊണ്ട് കൊടുക്കണ. 40 ലക്ഷം ഉറുപ്പ്യെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലല്ലേ? എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇവൾ എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ ഇപ്പൊ അവളെ കേൾപ്പിച്ചാലും കുഴപ്പമില്ല, അവളെ മുമ്പിൽ എന്താ പറഞ്ഞ, ഇക്ക എന്നെ പറ്റി എന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞെന്ന്. ഞാൻ ഇക്കോട് എന്താ ഇവളെ പറ്റി മോശം പറഞ്ഞു തന്നേക്ക? ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, അല്ല ദൈവത്തിന് ഞാൻ ഈ നിമിഷം വരെ നീ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാനൊരു കാര്യം പറയും, ഇന്ന് ഈ നിമിഷം വരെ അവളുടെ നല്ലത് മാത്രം ആഗ്രഹിച്ച് കൂടെ നിന്നവളാ. പക്ഷെ ഇവൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിനും കർമ്മയ്ക്കോ വിട്ടുകൊടുക്കുന്നത്. എന്നെ വേദനിപ്പിച്ചവരെല്ലാം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് കർമ്മക്ക് വിട്ടുകൊടുക്കുന്നല്ലോ. ഏത് കർമ്മ ന്യൂസിലാ? സത്യം പറയാലോ, പൊതുജനങ്ങൾക്ക് നല്ല കൊയ്ത്താണ്. അത് ആദ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ അത് കർമ്മയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. 2 കാര്യങ്ങൾ എനിക്കിന്ന് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി. ഞാനിനി ഒരിക്കലും സജനയായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല എന്ന് തീരുമാനം എടുത്ത സമയം അതായിരുന്നു. രാവിലത്തെ കോൾ വന്ന സമയത്ത് അവൾ എന്റെ അടുത്തുണ്ടോ, എനിക്ക് റിലേഷൻഷിപ്പ് തുടരണ്ട, എനിക്ക് 3 കോടി മതി. 1. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, അവളോട് പറഞ്ഞു, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. എന്റെ പൊന്നുമോളെ നീ കാല് പിടിച്ച് പറയണം, നീ ഇങ്ങ് വാന്ന് പറഞ്ഞപ്പോ പറയണേ അവര്, ഓ പൊന്നുമോളെ നീങ്ങ വാ, അവർക്ക് എന്തെങ്കിലും പറ്റിയാലും സമാധാനം പറയേണ്ടി വരുന്നത്. നിങ്ങളാണോ സാമൂഹ്യ പ്രവർത്തക? അതിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ അതിനോടൊക്കെ ട്രീറ്റ് ചെയ്യേണ്ടത്? നിങ്ങളൊരു മനുഷ്യരാണോ? ഈ അഭിഹിതക്കാരുടെ പോയിട്ട് ഇങ്ങനെ എന്തിനാ ട്രീറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ കാല് പിടിക്കാനൊക്കെ നിങ്ങൾ നിന്നത് എന്തിനാണ് സഹോദരി ദിയാസന? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ സ്റ്റാൻഡ് മറന്നുകൊണ്ട് നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഇങ്ങനെ ബലിയാടായി. ഇപ്പോഴും നിങ്ങളാണ് അനുഭവിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, നിങ്ങളെ ഒരുപാട് ശത്രുക്കങ്ങൾക്ക് ഉണ്ടെന്ന്. അവർക്കെല്ലാം കിട്ടിയൊരു ബടി തന്നെയാണ്. ഇനിയിപ്പോൾ അതാണ് പറയുന്നത്, ഈ അഭിഹിതക്കാരെടുക്കാൻ നിങ്ങൾ ചെയ്ത് കാണിച്ചത്. എന്തിനിങ്ങനെ മോളെ ബാ, എന്തിന്, ആർക്ക് വേണ്ടിയാണോ? മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റ് കേട്ടതോട് കൂടി ഞാൻ അവളുടെ മനസാക്ഷിയെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് അങ്ങനത്തെ മനുഷ്യൻ, എന്റെ പൊന്ന് സഹോദരി, അവര് പറഞ്ഞ് ഈ പൂക്കുറ്റി എന്ന് പറയുന്നവൻ ചിലപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ അവരെ രോഗിയാക്കിയത് തന്നെ ഇവനായിരിക്കും പറഞ്ഞ്. അതെന്താ നിങ്ങൾക്ക് പറയാനില്ലേ? ഈ പൂക്കുറ്റിയും ഇവളെല്ലാം കണക്കാണ്. ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ശരിയാന്ന് പറയാൻ പറ്റൂല. നിങ്ങളടക്കം തെറ്റുകാരാണ്. ഇങ്ങനെയുള്ള കൂട്ടുകാരിയൊന്നും പൊക്കിപ്പിടിച്ച് നടക്കേണ്ട ഒരാവശ്യവും ഇല്ല. ബലിച്ച വെളിയിലിട്ടിട്ട് ബാക്കി ഞാൻ പറയുന്നില്ല. പറ്റില്ലാത്ത ഒരാളുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ബന്ധവും എനിക്ക് വേണ്ട. പിന്നെ ഈ അന്നമ്മയും ഞാനും ആകെ കാണുന്നത് ലാസ്റ്റ് ടൈം തിരുവനന്തപുരത്ത് വന്ന സമയത്താണ്. അവൾ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നീ അന്നമ്മേനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന്. എനിക്ക് ഇവരുമായിട്ടൊന്നും, എനിക്ക് ഈ പറഞ്ഞ അന്നമ്മയായിട്ട് പോലും എനിക്ക് ബന്ധമില്ല. ഞാൻ സജിന ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഇന്ന് അന്നമ്മയുടെ ഫ്ലാറ്റിൽ പോലും വന്നത്. ഞാൻ ഇന്ന് ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് മാറും. എനിക്ക് അന്നമ്മയല്ല, എനിക്ക് ഇമ്പോർട്ടൻസും ഇല്ല അന്നമ്മ. ഞാൻ അവളെ മുമ്പിൽ ഇരുന്ന് തന്നെ അത് പറയുന്നത്. പക്ഷേ അവള് ഓരോ സാധനങ്ങളും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനം കാണുമ്പോൾ എന്നോടും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിച്ചും. അല്ല, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? എങ്ങനെ ഈ സജ്ജന എന്ന് പറയുന്ന സ്ത്രീ ക്രിയേറ്റ് ചെയ്യുന്നല്ല, അവര് അനുഭവിക്കുന്ന, അവര് ലൈഫിൽ ഉണ്ടാക്കി വിട്ടല്ലേ. അവര് ശരിക്കും പറഞ്ഞ ആ ലൈഫിലോട്ട് നടന്നു പോയവരാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോയവരാണ് പെട്ടത് ശരിക്ക്. അതായത് നിങ്ങൾ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പെട്ടത്. ഇപ്പൊ ഇന്നലെ തന്നെ എന്ന് പറഞ്ഞ് ഈ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ അവരെ ഓരോ കാര്യങ്ങളും എണ്ണി പറയുന്നുണ്ട്. അവിടെയാണ് ജനങ്ങൾക്ക് സംശയം വരുക. എന്റെ ലൈഫിനാണ് അത് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ രണ്ടുപേരും കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ രണ്ടുപേരും അയാളുടെ സുഹൃത്തുക്കളാണ്. നിങ്ങളോട് പറയാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല സാർ. ഞാനിപ്പോ പറയാം, ഞങ്ങളിപ്പോ പറയാണ്
ഷാജിത്തായിട്ട് ബന്ധം. സാറ് ഈ ഭാര്യനെ വഞ്ചിച്ച് മറ്റുള്ളവരുടെ കൂടെ പോകുന്ന ഇവനെ സാറ് എന്ന് വിളിക്കാൻ എൻ്റെ പൊന്നു സഹോദരി, നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ. അതാ ഞാൻ ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇങ്ങനെയല്ല. നിങ്ങൾ ഇവിടെ പോയി നിങ്ങളുടെ രോഷം താടിയിൽ അപ്പനെ പേടിയുണ്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സാറ് എന്ന് വിളിച്ചിട്ട് ഇതുപോലെ ഒരു മനുഷ്യന് ഉപകാരമില്ലാത്ത അല്ലെങ്കിൽ ഇതുപോലെ വൃത്തികെട്ടവനാ സാറ് എന്ന് വിളിക്കാൻ നാണമില്ലേ സഹോദരി? അതാ ചോദിക്കാനുള്ളത് എനിക്ക്. ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളിൽ നിന്ന് ആവശ്യമുണ്ടോ? ഞാൻ ഇപ്പോഴും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്. ഞാൻ പറയണം, കാരണം നിങ്ങളും കൂടെ കാരണം തന്നെയാണ് അവളുടെ റിലേഷൻഷിപ്പിനകത്തുള്ളത്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച് എന്താന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷെ ഒരു സ്ത്രീയും 2 മക്കളും ഇത് അനുഭവിക്കുമ്പോ ആസ് ആൻ ആക്ടിവിസ്റ്റ് എന്റെ എത്തിക്സ് എന്ന് പറയുന്നത് ഇതല്ല. എന്റേതെന്ന് പറഞ്ഞാൽ ഞാൻ അവരൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാർ എന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് സമാധാനായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിയാസന സമാധാനായി. ഞാൻ അവരുടെ കൂടിയാന്ന് പറയാൻ തോന്നിയില്ല. പറയലായിരിക്കും വേണമെങ്കിൽ പറയാൻ. എൻ്റെ പൊന്നു സഹോദരി, സാറ് എന്ന് വിളിച്ച് നിങ്ങൾ ഇവനെയൊക്കെ പൊക്കി അടക്കുമ്പോഴും അത് നിങ്ങൾ മറക്കുന്നില്ല. ഞാൻ ആ സ്ത്രീയുടെയും 2 മക്കളുടെയും കൂടെയാണ്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊരു സംസാരിക്കുന്നത്. അറിയാം, ഞാൻ ഇത്രയും വീഡിയോസ് ചെയ്തതും അവർക്ക് വേണ്ടിയിട്ടാണ്. ആ ഒറ്റ സ്ത്രീക്ക് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു സാർ, അവരെന്താവശ്യപ്പെട്ട് സംസാരിച്ചാലും ഞാൻ അവരൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞത്. ഞാൻ ഒരിക്കലും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്. പക്ഷേ ആ സ്ത്രീക്കൊപ്പം ഞാൻ നിൽക്കും, നിങ്ങളെ ഭാര്യയ്ക്കൊപ്പം ഞാൻ നിൽക്കും. അവർ അത്രയും കണ്ടീഷനിൽ ഹെൽത്ത് പ്രശ്നമായി നിൽക്കുന്ന അവരെ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത സജനയുടെ മനസ്സാക്ഷി എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം സാർ, അവൾ ആങ്സൈറ്റിയോ അവള് പ്രശ്നമോ അവളെ ഞങ്ങളടുത്ത് മെസ്സേജ് അയച്ചു അവൾ ആത്മഹത്യ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ഇനി ഒന്നുകൂടെ എന്റെ അടുത്ത് വന്നാൽ ഞാൻ അപ്പ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കും. എന്റെ ഒരു ഫ്രണ്ട് ഇന്നടുത്തുണ്ട്, അവൾ എന്റെ അടുത്ത് ആത്മഹത്യ ചെയ്യാണെന്ന് പറയുന്നത്. സാർ, ആ കുട്ടിയെ രക്ഷിക്കണം. എനിക്ക് ഇതേ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ബഹുമാനപ്പെട്ട കേരള പോലീസിനോട് ഒരു കാര്യം പറയാം. അതായത് ഇതുപോലെയുള്ള ഈ എന്താ പറയണ്ടേ അപരാധ കഥയിൽ പോയി വീഴാതെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ജോലി ചെയ്യാറുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കുക ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന്. മറ്റേ സാധനം ഉണ്ടെങ്കിൽ എല്ലാം കിട്ടിയതിനെല്ലാം പിടിക്കുക, അത്രയേ ഉള്ളൂ. അതിലപ്പുറത്തൊന്നുമില്ല സാറ്. നമ്മൾ പറയും, ഞങ്ങൾ ഇതുവരെയും സാറിന്റെ അടുത്ത് ഈ രീതിയിൽ ഞാൻ സാറിന്റെ അടുത്ത് ഒപ്പോസ് ചെയ്ത് ഒരു തരത്തിലും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വളരെ വലിയ വിഷമം ഉണ്ടാക്കിയ സാഹചര്യമാണ്. കാരണം അവളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ടാണ് അവൾക്ക് ഒപ്പമാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. അവൾ ഇങ്ങ് വാന്ന് പറഞ്ഞത് അവളുടെ ഹെൽത്തിനെ ഒന്നും ഒരു മിനിറ്റ് ഏത് അവസ്ഥ തന്നെ ആരായാലും നിനക്കെന്താ? ദിയാണ് സംസാരിക്കുന്നത്. ദിയ, എന്തിനാണ് എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾക്ക് ശബ്ദം ഉണ്ടാക്കരുത്. എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങള് ഒച്ചയുണ്ടാക്കരുത്. ശബ്ദിക്കരുത്. ശബ്ദം ഉണ്ടാക്കരുത്. എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങള് ഒച്ചയുണ്ടാക്കരുത്. മോശമാണ് ഭയങ്കരമായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ കൂടെ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. കേട്ടല്ലേ? നിങ്ങൾ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. നിങ്ങൾ ഫോൺ വെക്കൂ. ഞാൻ ഇപ്പൊ ഏത് അവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഇവിടെ കൂടെ കൊണ്ടുപോയി. ഏടാ പൂക്കുറ്റിയാണ്ടാ, നിന്റെ മൂട്ടില് തീ പിടിച്ചല്ലോടാ നീ. സത്യം പറഞ്ഞ എന്റെ പൂക്കുറ്റി, നിനക്ക് നാണോ മാനോ ഉശിരും ഇല്ലടാ. എന്തിനാടാ ഇങ്ങനെ നാറാൻ നിൽക്കുന്നത്? നീ ഒരു വൻ തോൽവിയാന്നല്ലോടെ. ഒരു വൻ തോൽവിയാന്നല്ലോടാ പൂക്കുറ്റി നീ ആയിരുന്നു. അതാനായിട്ടിരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവള് കിടന്ന് കാണിക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾ വീണ്ടും നിന്ന് കൊടുക്കണ്ട. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പ്രശ്നത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളെ വഴിക്ക് വിട്ടിട്ട് അവളെ കയറ്റി വിടാൻ നോക്ക്. നിങ്ങളെ കാര്യം നോക്ക്. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ സന്നദ്ധനായിട്ട് നിൽക്കുക. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ പറയുന്ന ആരോപണം ഉണ്ടല്ലോ, ഇവര് റെക്കോർഡ് അയച്ചിരുന്നു. ഞാൻ റെക്കോർഡ് ഫിറോസിക്കാക്ക് അയച്ചു കൊടുത്തു, ആൻമിനിക്ക് അയച്ചു കൊടുത്തു, എനിക്ക് റെക്കോർഡ് അയച്ചിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ, എനിക്ക് റെക്കോർഡ് ചെയ്യണമെന്ന് അവർ അയച്ചിരുന്നെന്ന് പറഞ്ഞില്ല. അവരുടെ ഇന്റർവ്യൂവിൽ ആൻമിനിക്ക് അയച്ചു കൊടുത്തു, ആൻമിനി എനിക്ക് തന്നു, ഞാൻ ഫിറോസിന് അയച്ചു കൊടുത്തു എന്നാ പറഞ്ഞത്. എന്റെ ഫോണിൽ ഫുൾ കാര്യങ്ങളുണ്ട്. അവരെനിക്ക് റെക്കോർഡ് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടില്ല, പക്ഷെ അവരെനിക്ക് ഈ റെക്കോർഡ് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻമരിയ, ദിയാസന, ഈ 2 സന്തോഷമുണ്ട്. പൊതുജനങ്ങൾക്ക് ചിരിക്കാനുള്ള വക, അതുപോലെ തന്നെ നിങ്ങളെല്ലാം കുടുംബം നശിച്ച നാരായണക്കല്ലായിട്ട് കാണുമ്പോഴൊരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്, എല്ലാ നാട്ടുകാർക്കും ഉണ്ട് എന്നുള്ളതിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. ഇതുപോലെ തന്നെ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഛർദ്ദിക്കണം. ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേശപൂർവ്വം ഇങ്ങനെ, അതായത് ഓരോരുത്തരെ ഇങ്ങനെ കണ്ടിട്ട് ഇതൊക്കെ ഒടുങ്ങുന്നത് കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ആഘോഷിക്കണമായിരുന്നു. പേരല്ലേ അവര് പറയുന്നുള്ളൂ. എന്നാൽ അവര്
അച്ചായൻ എന്ന് പറയുന്ന ഒരാൾക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്ന voice message അയ്യാ കയ്യിലുണ്ട്. അയ്യാ ഞങ്ങള് അച്ചായൻ ഏതാ അച്ചായനാരാ അച്ചായ എനിക്കൊരു പരിചയമുള്ളൊരു അച്ചായനുണ്ട് അതാണോടി അല്ല ഭീഷണിപ്പെടുത്തുന്ന ഒരു വോയിസ് ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. റെക്കോർഡ്സുകൾ അയച്ചു കൊടുത്ത കാര്യം പറഞ്ഞായിരുന്നല്ലോ, അത് ദിയാസനയ്ക്കും ആൻമരിക്കാണ് അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. സജിന തന്നെ അച്ചായനും അയച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് തരാം. ഈ കൊരയ്ക്കാത്ത പട്ടി കൊരയ്ക്കൂന്ന് പറയുന്ന കണക്ക്, ഈ കടിക്കാത്ത പട്ടി കടിക്കൂന്ന് പറയുന്ന കണക്ക് അവസാനം വന്നാ എന്നെ ചൊറിഞ്ഞ് മാന്താൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും നോക്കട്ടെ. എന്തായാലും നാണം കെട്ടില്ലേ, നാണം കെട്ട് അങ്ങേറ്റിരിക്കും ഞാൻ. ഇനി പിന്നെ എനിക്ക് നിന്നെ നാറാൻ എന്തുവാ? അതൊന്നും നാറാനില്ല. പക്ഷെ നാറാനുള്ള ആൾക്കാരും കുഞ്ഞുങ്ങളും ബന്ധങ്ങളും എല്ലാം പല ആൾക്കാർക്കും ഉണ്ട്. ഇപ്പം നിന്നെയാണെന്നോ ഞാൻ പറയുന്നില്ല, നീ ആണെന്നല്ല ഞാൻ പറയുന്നത്. ഫെസിപ്പ് ചെയ്ത് നീ ആണെന്നോ അല്ല മറ്റുള്ളവരാണെന്നല്ല, ചെയ്തവരാരായാലും കൊള്ളുന്നവരെന്തായാലും വീഡിയോസ് ഇടുന്നുണ്ടല്ലോ. അതിനുള്ള കാര്യങ്ങൾ ഞാൻ നിയമവശാൽ നീങ്ങുവാണ്. നിയമവശാൽ എന്ന് പറഞ്ഞ നിയമവശാൽ ലീക്ക് ആയിട്ടുണ്ട്. അതെനിക്ക് എവിടുന്നാ ലീക്ക് ആയെന്ന് എനിക്ക് അറിയണം. പല കാര്യങ്ങളും ലീക്ക് ആയിട്ടുണ്ട്. ലീക്കായത് ഫെവിക്കോൾ വെച്ച് നമുക്ക് ഒട്ടിക്കാം. ലീക്ക് എല്ലാം ഒഴിക്കണം. എൻ്റെ അഭിപ്രായത്തിനല്ലേ ഈ ലീക്ക് വരുന്ന സാധനങ്ങളിലെല്ലാം ഇല്ലേ മറ്റേ എന്നാ പറയണ്ടേ നമ്മുടെ ഒരു സാധനമില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അതിൻ്റെ എന്നാ മറ്റേ സിലിക്കോണാ. ആ സിലിക്കോൺ ഇങ്ങനെ ഒഴിക്കാൻ നടന്നു, ഒഴിച്ചിട്ട് അവിടെ അടക്കാൻ നടന്ന് ലീക്കാകുന്ന സാധനങ്ങൾ മുഴുവൻ അങ്ങ് അടച്ചു വെച്ചേക്കണം. പിന്നെ തുറക്കാൻ പറ്റരുത്. ആ പൈപ്പും അടക്കണം കേട്ടാ, എല്ലാ പൈപ്പുകളെല്ലാം അടക്കണം. ഞാൻ നിങ്ങൾക്ക് 3 പേർക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. അച്ചായൻ അയച്ചിട്ടുണ്ട്, ഷാലുവിന് അയച്ചിട്ടുണ്ട്, അല്ല മറ്റേ നമ്മളുടെ ദിയയ്ക്ക് അയച്ചിട്ടുണ്ട്, നിനക്ക് അയച്ചിട്ടുണ്ട്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണൽ ആയിട്ട് നിൽക്കുന്ന സാധനങ്ങളും നമ്മൾ പേഴ്സണൽ ആയിട്ട് സംസാരിച്ച് നിങ്ങളും പേഴ്സണൽ ആയിട്ട് പല കാര്യങ്ങളും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ പലതും എനിക്കറിയാം. പക്ഷെ അതൊന്നും ഞാൻ എന്റെ തന്തയല്ല നിങ്ങളെ തന്ത. അതുകൊണ്ട് ഞാനും അങ്ങനെ അങ്ങോട്ട് ആരെങ്കിലും മാന്താൻ നിൽക്കില്ല. പക്ഷെ ഇങ്ങോട്ട് ചോദിയാണെന്ന് ദൈവത്തെ ഓർത്തിട്ട് ഈശ്വര അതും കൂടി ഒന്നാന്ന് പറഞ്ഞേക്കല്ലേ എൻ്റെ പൊന്നും മോളെ. നമുക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫുട്ബോൾ ലഹരിയിലാണ്. നിരമിനി ഇതും കൂടി വന്നിട്ടെങ്കിൽ സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നതായിരുന്നു. തന്തമാരെയും കൂടിയിട്ട് ഇതിൻ്റെ അത് കുഴിയിൽ നിന്ന് എണീച്ച് വരണ്ടേ എല്ലാവരുടെയും തന്ത അല്ലെങ്കിൽ തന്നെ. ചില ആരാണ് മാന്താത്തത്? സൈഡ് ഇട്ടാ പുലി കൊല്ലും തീർന്നു പറയുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല, നിയമാവശ്യം പോ. പക്ഷെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി നല്ല രീതിയിൽ കയറി മോദി കൊല്ലും എല്ലാത്തിനും. ഒരു പച്ച അപരാധമായത് കൊണ്ട് തന്നെ എനിക്ക് ഈ വിഷയത്തിനകത്ത് കൂടുതൽ സംസാരിക്കാനും മെനങ്ങാനൊന്നും വയ്യ. ഇനി എന്റെ കയ്യിൽ സജിന തന്ന എല്ലാ റെക്കോർഡ്സുകളും ഏത് യൂട്യൂബർമാരെ വിളിച്ചാലും ആൾക്കാർ ആരിതാക്കിയാലും ഞാൻ തരാം. കാരണം എനിക്ക് ഇവിടെ ഇപ്പൊ പ്രൂവ് ചെയ്യാനുള്ളത് എന്റെ ഇല്ലീഗൽ അലിഗേഷൻ എന്ന് പറയുന്ന സാധനം മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കുമ്പോൾ തോന്നുന്നു അത് തെളിയിക്കണം. അത് നിങ്ങൾ തന്നെ തെളിയിക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ കൃത്യമായിട്ട് കേസിന് പോവാ. നിങ്ങൾ തെളിയിക്കേണ്ട കാര്യമാണ്. അല്ലാതെ നിങ്ങൾ കരഞ്ഞ് നിലവിളിച്ചിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ തന്നെ പോയിട്ട് തെളിയിക്കണമെന്ന്. അയ്യോ റസൂലിനെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചല്ലോ, ഭീഷണിപ്പെടുത്തിയല്ലോ, അങ്ങനെ റസൂലും പെട്ടതായിരിക്കും. അല്ല, റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്ന ആള് ഫിറോസ് ഖാന്റെയും സജനയുടെയും ജീവിതത്തിൽ വന്നു. അവരുടെ ജീവിതം കുളം തോണ്ടി 4 കൊല്ലമായി അയാളുമായിട്ട് റിലേഷൻഷിപ്പ് ആണെന്ന് പറയുമ്പോഴും 2 കൊല്ലം അല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ റസൂൽ പൂക്കുറ്റി വരുന്നതിന് മുമ്പ് വേറൊരു റിലേഷൻ ഇല്ലേ മലപ്പുറത്ത്? അവിടെ നല്ലോണം ലെറ്റർ എഴുതീനി. ആ ലെറ്റർ എഴുതുമ്പോ ബാമോളെ എന്ന് വിളിച്ചല്ല. അല്ല ഈ ഫിറോസ് തന്നെ പറയുന്നുണ്ട് അതിന് മുമ്പേ ഒരുപാട് റിലേഷൻ ഉണ്ടായിരുന്നു. എടോ ഈ പൂക്കുട്ടീൻ്റെ അടുക്ക നിന്ന് കഴിഞ്ഞാൽ ഇത് കിട്ടൂ കൃത്യമായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുമല്ല, ചൊള കൊടുക്കുന്നുണ്ടാന്ന് പൂക്കുട്ടീൻ്റെ അടുക്ക നിന്നത്. അല്ലാതെ ആര് പൂക്കുട്ടീൻ്റെ അടുക്കുന്നത്? തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് അതിന്റെ ഇടയിൽ അവള് നടത്തിക്കൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും ഇല്ലീഗലായിട്ടും ലീഗലി ഒരു ഹസ്ബൻഡ് നിലനിൽക്കൊക്കെ തന്നെ ചെയ്തതാണ്. അപ്പോഴും ഫിറോസൊക്കെ ക്ഷമിച്ചത് ഫിറോസുക്കാരുടെ മകൻ ഒരാൾ അവക്ക് ഉണ്ട്. ഫിറോസുക്കായെ പലപ്പോഴായിട്ട് അവര് ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത് ഫിറോസൊക്കെ ഇതുവരെയും പറയാത്ത കാര്യമാണ്. ഈ കുട്ടീനെ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത്. എങ്ങനെയാണ് ഒരു സ്ത്രീക്ക്, ഒരു അമ്മയായ ഒരു സ്ത്രീക്ക് ഇങ്ങനെ സാധിക്കണമെന്ന് അറിഞ്ഞൂടാ. ആ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് എല്ലാരും പറയുന്നുണ്ടല്ലോ ടോക്സിക് ആയിട്ടുള്ള ഫിറോസ് ഖാൻ. ഞാൻ ഇങ്ങനെയൊന്നും അയാളെ കണ്ടിട്ടൊന്നുമില്ല. ഒരു 15 കൊല്ലം മുമ്പേ എനിക്ക് അറിയുന്നതാണ് ഇയാളെ. ഈ ടോക്സിക് ആയിട്ടെന്ന് പറഞ്ഞ ഈ ഫിറോസ് ഖാനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായ സാഹചര്യം പോലും കുട്ടിയെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത സിറ്റുവേഷനിലാണ് അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത് പോലും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഫിറോസുക്കാരുടെയും സജനയുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് റസൂൽ പൂക്കുറ്റി വന്നത്. റസൂൽ പൂക്കുറ്റി പറയുന്ന റെക്കോർഡ്സുകളാണ് ഫിറോസിക്ക പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഒരു മിനിറ്റ്. ആ പാവം പൂക്കുറ്റിന്റെ പൈസയും പോയി, സ്വത്തും പോയി, എല്ലാം പോയിട്ട് അത് പ്രാന്തായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ എങ്ങനെയാണ് അതിന് എന്താ ചെയ്യേണ്ടടോ? സത്യ പറഞ്ഞ അതിന്റെ ഫ്ലാറ്റ് വരെ ഇപ്പം വിൽക്കേണ്ടി വരുന്ന പറയുന്ന നിൽക്കുന്നത്. അത്രത്തോളം നശിച്ച നാരായണക്കല്ല എല്ലാ പൈസയും സ്ത്രീന്റെ കയ്യിലാവൂലു.
വേണ്ടിയിട്ടുള്ള എല്ലാ ലീഗൽ സപ്പോർട്ടും ചെയ്തു കൊടുക്കാം, പൈസ എത്ര വേണമെങ്കിലും തരാന്ന് പറഞ്ഞു. ഫിറോസിക്ക ഒരുപാട് വട്ടം അവരുടെ ഫാമിലിയിൽ പോയി സംസാരിച്ചു, റിക്വസ്റ്റ് ചെയ്തു. അതിന്റെയൊക്കെ വീഡിയോസ് ഒക്കെയാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ദാ അവസാന നിമിഷം പുള്ളിയുടെ കൊച്ചിനെയും കൊടുക്കാതെ പുള്ളി വന്നിരുന്ന് കൈകൂപ്പിക്കൊണ്ട് എന്റെ കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തരുമോ എന്ന് പറയുന്ന അവസ്ഥയിലും ഇന്നലെ സജിന വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, 2500 ഉറുപ്പ്യാണ് കൊടുക്കുന്നത് എന്ന്. അങ്ങനെയാ കൊടുക്കുന്നുണ്ടെങ്കിൽ ഫിറോസ് നീയെ കാണാതെ ഇരിക്കുന്നതാ നല്ലത്. കാരണം എന്താ പറയുക, 2500 ഉറുപ്പ്യയിൽ ഒരു കൊച്ചിന്റെ ചെലവിന് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നറിയ ഫിറോസ്, ഇത് എന്തൊക്കെ ചെലവുണ്ടെന്ന് അറിയാറുണ്ട്. 5000 ഉറുപ്പ്യം കൊടുത്തുകൂടെ? അല്ല, ഉള്ളതുപോലെ പറയണല്ലോ. കാരണം ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരാധികളോ ആണെങ്കിൽ ആ കൊച്ചു പാവല്ലേ. എത്തി ആലോചിക്കണം. അപ്പൊ എത്രമാത്രം ടോളറേറ്റിംഗും ടോർച്ചറിംഗ് ആണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൊണ്ടിരുന്ന സജിനയ്ക്ക് പാസ്റ്റ് ഹിസ്റ്ററിയിൽ ഇതുപോലെ ഡയറക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടും മറ്റാളുകളായിട്ടൊക്കെ ഉള്ള ബന്ധമുണ്ടെന്ന്. ഒരു സ്ത്രീക്ക് എത്ര ബന്ധം ഉണ്ടെങ്കിലും അത് പ്രശ്നമില്ല, പക്ഷെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാവരുത്. ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ഇവര് ഒരു സ്ത്രീക്ക് എത്ര ബന്ധം ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നാ. അതെന്താ എങ്ങനെയാ? ഒരു സ്ത്രീക്ക് ബന്ധം ഉണ്ടെങ്കിൽ അത് അവിഹിത ബന്ധം തന്നെയാണ്, അത് കുഴപ്പം തന്നെയാണ്, മറ്റുള്ളവരെ ഫാമിലിനെ നശിപ്പിക്കുകയും ചെയ്യാം. അല്ലാതെ എത്ര ബന്ധമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയുള്ള പല കീടകൃമികളുടെയും, അതായത് ഇവിടെ ഈ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞ പല കീടകൃമികളും ഒരുപാട് ബന്ധവും വെച്ച് നടക്കുന്നവന്മാർ, അവന്മാരുടെ കുടുംബത്തിൽ പോയി നോക്കിയാൽ അറിയാം എന്തൊക്കെ പ്രശ്നങ്ങളാന്ന് നിന്ന്. ആളുകളെ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെന്നറിയോ? ഫിറോസിക്ക പറഞ്ഞിട്ടുള്ള പല പുരുഷന്മാരുടെ കയ്യിൽ നിന്നും ഇവര് കാശ് വാങ്ങി, ലക്ഷങ്ങള് കാശ് വാങ്ങി ബ്ലാക്ക്മെയിൽ ചെയ്ത് അവര് പേടിച്ചോടിയ കഥകൾ ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഇന്നലെ ഫിറോസിക്ക ഇട്ട വീഡിയോയിൽ ഒരു സ്ത്രീ വന്നെന്ന് പറയുന്നുണ്ട്. സ്ത്രീയുടെ പേര് റോഷ്നി എന്നാണ്. അത് പറയാൻ എന്താണെന്ന് വെച്ചാൽ, അവളെ വീഡിയോയിൽ ഈ റോഷ്നിനെ പറ്റിയിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഇവള് സംസാരിക്കുന്നുണ്ട്. ഇവളെവിടെ ദുബായിൽ പെട്ടുപോയി ഏതോ ഒരു സ്ത്രീ കാരണം എന്ന് പറയുന്നത് ആ റോഷ്നിനെ പറയണം. റോഷ്നി വളരെ കൃത്യമായിട്ട് ഇവർക്ക് ഈ പറഞ്ഞ MDMA ഡീലിംഗ് ഉണ്ടെന്നും ഇവർ MDMA ഉപയോഗിക്കുന്ന സ്ത്രീയാണെന്നും ഇവരെ കുടഞ്ഞിട്ട പുട്ടുകണക്കിന് MDMA വരുമെന്നൊക്കെയാണ് അതിന്റെ പ്രൂഫുകൾ റോഷ്നിയുടെ കയ്യിലുണ്ട്. പോലീസ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ദേ കിടക്കുന്ന പ്രൂഫുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പറയാനാണ്, ആ സ്ത്രീയുടെ കയ്യിൽ എല്ലാ പ്രൂഫുകളും ഉണ്ട്. ഇവര് അവിടെ ചെന്ന് കാണിച്ചു കൂട്ടിയ എല്ലാ പ്രൂഫുകളും വീഡിയോ ഇറക്കും. പിന്നെ എനിക്ക് പ്രവാസികളോട് പറയാനുള്ളത്, ദുബായ് പോലീസിൽ ഒന്ന് ഇൻഫോം ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മലയാളികൾക്ക് ഇത്രയും ചീത്തപ്പേരുണ്ടാക്കുന്ന ഇങ്ങനെയുള്ള ടീമുകളെയൊക്കെ അവരെങ്ങും പിടിച്ച് അകത്തിട്ടെ ആടെയാകുമ്പം ഇതങ്ങ് പോയിക്കൊള്ളുമായിരുന്നു. അതുകൊണ്ട് തന്നെയാ പറയുന്നത്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ദുബായ് പോലീസിന് ഇൻഫോം ചെയ്യുക. ഇങ്ങനെയുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും അവിടെ പോകുമ്പോൾ അവിടെ തന്നെ അങ്ങ് പിടിച്ചോട്ടെ ആയിരുന്നു. എല്ലാം അവരുടെ കയ്യിലുണ്ട്. നാളെ ഒരു കേസോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സാധനങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് ഇല്ലീഗൽ കാര്യങ്ങളാണ്. ഈ വിഷയങ്ങൾ പോലും ഞാൻ അറിയുന്നത്, ഇപ്പോഴും നിങ്ങളോട് പറയുന്നത്, ഈ വിഷയങ്ങൾ മുഴുവൻ ഞാൻ അറിയുന്നത് സജിനയുടെ ഈ രൂപമാറ്റത്തിൽ നിന്ന് സജിനയെ പറ്റി അന്വേഷിക്കുന്ന സമയത്താണ്. ദൈവം സഹായിച്ചിട്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, എൻ്റെ പൊന്നും മക്കളെ, ഇവരൊന്നും ചെയ്യുന്ന പോലെ പളവളപ്പൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും എടുത്ത് ചാടിയേക്കല്ലേ. അതായത് കുടുംബം കൊളന്തോണ്ടി പോകും. നമുക്കൊരു കുടുംബം ഇല്ലേ, ആ കുടുംബത്തിൽ മാത്രം നിൽക്കുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലതും പല ആൾക്കാരും പറയൂ ആ ജീവിതമാണ് സുഖം എന്ന് കരുതിയിട്ട് ഒരു ചെങ്ങായിമാറും പോയേക്കല്ലേ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊളന്തോണ്ടിയ ജീവിതങ്ങളാണ്. അതുവരെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങൾക്ക് ആർക്കെങ്കിലും സജിനനെ പറ്റി ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും സജിനനെ ഞങ്ങളുടെ അയൽപക്കത്ത് പോലും ഞാൻ എത്തിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ അല്ല, സജിനേനെ നിങ്ങൾ അയൽവക്കത്ത് പോലും എത്തിക്കത്തില്ല എന്ന് പറഞ്ഞു. ഫിറോസുമായി മറ്റേ റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ എന്തിനാ പിന്നെ ഇടപെട്ടത്? എന്നാ പിന്നെ അന്ന് പോലെ പോടാന്ന് പറഞ്ഞിട്ട് തുപ്പി ആട്ടിക്കൂടേനോ ഇവനൊക്കെ ആട്ടി വിട്ടുകൂടേനോ? എന്നിട്ട് അത് പുറത്തെത്തിക്കൊല്ലേ വേണ്ടത്, നാലാൾ അറിയട്ടെ നോക്കല്ലേ വേണ്ടത്. ലൈഫ് തൊലച്ച റസൂൽ പൂക്കുട്ടി ഒരു പൂക്കുട്ടി മാത്രമല്ല, ഈ പൂക്കുട്ടിക്ക് പല ബന്ധങ്ങളും വേറെയും ഉണ്ട്. അത് റസൂൽ പൂക്കുട്ടിക്ക് പല ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പൊന്നു സഹോദരി, അയാൾ ഈ ഒരു ബന്ധത്തിൽ തന്നെ നാറി നാരായണക്കലായിരിക്കുമെന്ന്. ഇനിയിപ്പോ പല ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പോ ചെലവിനെടുത്തോണ്ടിരിക്കുന്ന സ്ത്രീകൾ അവര് കിട്ടിക്കൊണ്ടിരിക്കുന്നു, അവര് വാങ്ങിച്ച് തിന്നുന്നു, അവരവരുടെ കാര്യങ്ങൾ നടത്തി പോകുന്നു. അത് അവരുടെ പ്രൈവസി. അതുകൊണ്ടിട്ട് ആ സ്ത്രീകളെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് ഒരു കേസ്, പാലക്കാട് 2 കേസ്, കൊല്ലത്ത് 1 കേസ് എനിക്കറിയാം. ഇത്രയും മതി. റസൂൽ പൂക്കുട്ടീനെ പറ്റിയിട്ടാണ് ഇതൊക്കെ വെച്ചിരുന്നിട്ടാണ്. അല്ല, റസൂൽ പൂക്കുട്ടീനെ പറ്റിയിട്ട് ഇത്രയും ധാരണയുണ്ടെങ്കിലാണോ സാറേ എന്ന് വിളിച്ചത്? ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെയാണോ സാറേ എന്ന് വിളിച്ചത്?
പിന്നെ സജന പിന്നെ ഈ ലോകം മൊത്തത്തിലെ ഒരു സർക്കിൾ ഓഫ് പീപ്പിൾ ആയത് കൊണ്ടിട്ട് ഒരു മാഡം ആയത് കൊണ്ടിട്ട് പ്രശ്നമില്ല, എല്ലാരും കണക്ക് തന്നെയാണ്. ഇത് പറയുന്നതിൽ നാണക്കേടുണ്ട്. കാരണം ഒരു സ്ത്രീയെ പറ്റിയിട്ട് വന്നിരുന്ന് അവരായിരിക്കും. ഒരു സ്ത്രീയാണ് ഞാൻ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇത്രയും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത്. കാരണം ചിറ്റിൽ നിന്ന് ഈ വക അപരാധങ്ങൾ മുഴുവനും ചെയ്തിട്ടേ എല്ലാ സ്ത്രീകളും നല്ലതാണെന്ന് എനിക്ക് അങ്ങോട്ട് കൊട്ട കെട്ടി വെക്കാൻ പറ്റത്തില്ല. ഞാൻ ഫെമിനിസ്റ്റ് തന്നെയാണ്, സ്ത്രീകൾക്കൊപ്പം തന്നെയാണ് നിന്നത്. അതുകൊണ്ടാണ് ആ സ്ത്രീക്കൊപ്പം നിന്നത് ആദ്യം. ബട്ട് പിന്നീട് ആ സ്ത്രീ ഫെമിനിസ്റ്റ് അല്ല നിങ്ങൾ ഫെമിനിസ്റ്റ് അല്ല. നിങ്ങൾ ഫെമിനിസ്റ്റ് ആണെന്ന് നിങ്ങൾ പറയുന്നതാണ്. അത് നിങ്ങൾ പറയുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഫെമിനിസ്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. നിങ്ങൾ പറയുന്നതാണ് ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന്. അത് നിങ്ങൾക്കൊരു ഐഡന്റിറ്റി വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ എന്താ പറയണ്ടേ പൊട്ടിക്കരിച്ചലും പിന്നെന്ന് പറഞ്ഞ് ഏതോ ഒരു വൃത്തികെട്ടവനെ സാറേ എന്ന് വിളിച്ച് ഓനെ പുറകെ പിന്നെ എന്താ സാറേ അവിഹിതത്തിൻ്റെ അത് തീർക്കാൻ വേണ്ടിയിട്ട് പോകുന്ന നിങ്ങളെങ്ങനെ ഫെമിനിസ്റ്റ് ആവുക? അത് ഒരു കാര്യം പറ. അതിൽ നിന്ന് മാറിയിട്ട് അതിന്റെ സത്യസന്ധമായ വശത്തേക്ക് ഞങ്ങൾ ആയത്. ഈ പേരും പറഞ്ഞാണ് ഇവിടെ വട്ടിയൂർക്കാട്ടുള്ള സജു ആയിട്ട് കണക്ട് ചെയ്തിട്ട് മുഖ്യമന്ത്രി ഓഫീസിലെ സജന എത്തുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഓഫീസിൽ എത്താണ്. സജന അവിടെ ചെല്ലുന്നു. സജു ആണ് അതിന്റെ കെയർ ഓഫ്. സജുവിനെ വേറൊരു നമ്മളൊരു ചേച്ചിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. സജുവിനോട് ഓൾറെഡി വിളിച്ച് പറഞ്ഞായിരുന്നു ഇവർ ഇത്തിരി പ്രശ്നത്തിലാണ്, ഇവരെ കാര്യത്തിനകത്തൊന്നും ഇൻവോൾവ് ആവില്ലെന്ന് പറഞ്ഞത് കേട്ടിട്ടും സജു എറണാകുളത്ത് ഈ പറഞ്ഞ വി ഡി സതീശൻ സാറിന് ഈ സ്പേസ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇവൾ ഇവിടുന്ന് സാറിനെ കാണാൻ വേണ്ടി പോയി. സാറിന്റെ കൂടെ ഉള്ള ഫോട്ടോ ഇട്ട് പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും അതിന്റെ അടിയിൽ വന്ന കമന്റ്സുകൾ എല്ലാവർക്കും അറിയാം, മനസ്സിലാക്കാം. വി ഡി സതീശൻ സാറിന് അറിയില്ല സാറിന്റെ അടുത്തേക്ക് എത്തിപ്പെടുന്ന സ്ത്രീകൾ എങ്ങനെയാണെന്നുള്ളത്. സാർ അത് മനസ്സിലാക്കിയിട്ട് വേണം. സ്ത്രീകൾക്ക് അടുത്താണെങ്കിൽ പോലും നിന്ന് പെരുമാറാണെന്നുള്ള ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട്. നിങ്ങൾക്ക് എന്നായിരിക്കുന്ന പരാതിയിൽ പോലും അവൾ ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന പോലും ദിയാസനയ്ക്ക് എതിരെ പരാതി നിന്നാണ്. എനിക്കെതിരെ എന്ത് പരാതി നിന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അറിഞ്ഞത് അവരുടെ അക്കൗണ്ട് ഹാക്കായതിനെതിരെയുള്ള പരാതി അവിടെ തന്നിട്ടുണ്ട് എന്നുള്ളതും ആ അക്കൗണ്ട് ഹാക്കായതിനെതിരെയുള്ള പരാതി നിങ്ങൾ എടുക്കുകയും അതിന്റെ പുറകിൽ അന്വേഷണം നടത്തുകയും പ്രോക്സി അഡ്രസ് വെച്ചിട്ട് അത് അവളുടെ തന്നെ മൊബൈലിൽ നിന്നാണെന്നുള്ളത് പ്രൂവ് ചെയ്യുകയും അവളെ ഇല്ലീഗലായിട്ട് ചെയ്ത ഈ ഫ്രോഡ് അലിഗേഷൻ പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിക്കുകയും ഇവിടെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന രീതിയിൽ വന്നതിനെ പറ്റിയിട്ടും നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് അത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊടുക്കണം. കാരണം ഈ ഒരു അവസരത്തെ മുതലാക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ എണ്ണം വന്ന് ഇപ്പൊ തന്നെ എനിക്കെതിരെ തന്ന ഇല്ലീഗൽ സാധനം എന്ന് പറയുന്നത് ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സാധനം വരുമ്പോഴത്തേക്ക് നമുക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു പാനിക് കണ്ടീഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ അന്വേഷണം ഉത്തരവിടുമായിരിക്കും. ചിലപ്പോൾ അന്വേഷിക്കാൻ നമ്മളെ വീട്ടിൽ വരും, ചിലപ്പോൾ നമുക്ക് റെയ്ഡ് ഉണ്ടാവുമായിരിക്കും. പല കാര്യങ്ങളും നമ്മൾ എതിരെ ചെയ്യും. അപ്പൊ നമ്മൾ എന്താവണം? അതിന്റെ പുറകിൽ പാനിക് ആവണം, പ്രശ്നത്തിലാവണം. അതിന് അതായത് മറച്ച് തിരിച്ച് എൻ്റെ പൊന്ന സഹോദരി, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മൾ അങ്ങനെ പാനിക്കാവൊന്നും വേണ്ട. നമ്മളിനി ഏത് വലിയ പൊതുപ്രവർത്തകനായാലും നമ്മളൊന്നും ചെയ്തില്ലേ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ പേടിക്കണ്ട. മറ്റുള്ളവർ പറഞ്ഞ് ഇപ്പം ഞാൻ പെണ്ണ് പിടിയനാണ്, ഇല്ല എന്നെ പറ്റിയിട്ട് ആരെങ്കിലും പെണ്ണ് പിടിയനാണ്, വെള്ളടിക്കാരനാണ്, മറ്റേതാന്ന് പറഞ്ഞ് ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഞാൻ അങ്ങനെയല്ലാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് മനസ്സിലാക്കി. എൻ്റെ കുടുംബത്തിനും അറിയാം, എൻ്റെ നാട്ടുകാർക്കും അറിയാം, എൻ്റെ പ്രേക്ഷകർക്കും അറിയാം. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? അങ്ങനെ ഇപ്പൊ പലതരത്തിലുള്ള കമന്റുകൾ നമുക്ക് വരുന്നില്ലേ? നമ്മൾ ഇതൊക്കെ പേടിക്കാറുണ്ടാ? നമ്മൾ എന്തിനാ പേടിക്കണേ? എന്താ പറയാ, ഇപ്പോഴത്തെ സാമൂഹ്യ അവസ്ഥേനെ നമ്മളെയൊക്കെ ഇടയിൽ കൊണ്ടുവന്ന് നമ്മളെയൊക്കെ പിഴിഞ്ഞ് നമ്മളെയൊക്കെ എന്തോ ചെയ്യാമെന്നുള്ള മോഡലാണ് സജന ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നോ അങ്ങനെ പറയരുത്. നിങ്ങളെയൊക്കെ എന്തോ ചെയ്യാമെന്ന് ഒരിക്കലും ചെയ്യാൻ പറ്റൂല. നിങ്ങളൊക്കെ ഈ കാര്യത്തിൽ നിരപരാധികളാണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു അലക്കും ചെയ്യാൻ പറ്റൂല. അതൊക്കെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും എനിക്ക് തോന്നുന്നത് രമേശ് ചെന്നിത്തല സാർ ഇതിനു വേണ്ടിയിട്ട്, അതായത് ഈ ഓപ്പറേഷൻ തൂഫാൻ കൊണ്ടുവന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ പൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അതിലെല്ലാവരും കയ്യടിക്കുക വേണ്ടത്. സജുവിനെ പോലെയൊക്കെ ഉള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയാണ്, നിങ്ങളൊക്കെ ഇപ്പൊ മുഖ്യമന്ത്രിയെ പോലെയുള്ള ആളിന്റെയൊക്കെ മറ്റ് അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ചോദ്യചിഹ്നമാകുന്ന രീതിയിലുള്ള നേതാക്കളെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് കൃത്യമായിട്ട് നിങ്ങളോട് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചാണ്. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം മുഖ്യമന്ത്രിയെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് എനിക്ക് പറയാതെ അറിയാം. അപ്പൊ അത് ബാക്കിയുള്ള ആൾക്കാരെ അത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കാരണം ഫ്രോഡ് കേസുകൾക്കും ഫ്രോഡ് അലിഗേഷൻസിനുമാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ സ്ത്രീയെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. അത് ഞാൻ ചലഞ്ച് ചെയ്യാം. ഹലോ അത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രിന്റെ അടുത്തേക്ക് ഈ സ്ത്രീ എന്തിനാ പോയതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിനെതിരെ ഞാനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിന്റെ അടുത്തേക്ക് ഈ സ്ത്രീ എന്തിനാ പോയത്? അതുമാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം
ഇത്രയും അലിഗേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അതിലെ അതെ, എവിടെയാടാ? ഞാൻ വീട്ടിലുണ്ട്. എന്തുവാടാ പിന്നെ എന്റെ വിശേഷം? നല്ല വിശേഷം. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചാണ്. അന്ന് നീ പറഞ്ഞായിരുന്നില്ലേ സജ്ജന മറ്റേ ഫോട്ടോ ഇട്ട സമയത്ത് നീ വിളിച്ചിരുന്നു ഒന്ന് കൺഗ്രാലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ആ അല്ല, ഇപ്പം കുറച്ച് വിഷയങ്ങളിലൊക്കെ നിക്കുന്നത് കൊണ്ടിട്ടാണ് അവരന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അത് ആ ഫോട്ടോ AI ആണ്, അത് ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പരാതി നൽകി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു വീഡിയോയില്. അത് കണ്ടായിരുന്നോ? ഞാനത് കണ്ടിരുന്നു. പിന്നെ ഇല്ല, അത് ആ സ്റ്റോറി അവര് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേ അന്ന് രാത്രിയാണ് ഞാൻ കാണുന്നത്. റാൻഡംലി ഇങ്ങനെ സ്റ്റാറ്റസ് നോക്കിയപ്പോ കണ്ടതാണ്. അല്ല, ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ നിക്കുന്നതായിട്ട് അറിയാലോ അല്ലേ? അതറിയാം. അല്ല, ഞാൻ എന്താ വിളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരിട്ട ഫോട്ടോ ആ സമയത്ത് നിങ്ങൾ കോൾ ചെയ്തിരുന്നെന്ന് പറഞ്ഞായിരുന്നില്ലേ എന്റെ അടുത്ത്? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ട് നോർമലി ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോ ഞാൻ വിളിച്ചു. അപ്പൊ ഞാൻ കൺഗ്രാജുലേഷൻസ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ താങ്ക് യു മോനെ എന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിച്ചു. ഇതെന്താ വിളിച്ചെന്നറിയാം? താങ്ക് യു സോ മച്ച്. ഇത് പറഞ്ഞത് എന്താ വെച്ചാല്, ഞാൻ വിളിച്ചത് ഇത് ആളുകളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അത് ഫേക്ക് ആയിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം ഫോട്ടോ കണ്ടിട്ട് ഫേക്ക് ആയിട്ടൊന്നും തോന്നുന്നു. അതെ, നമുക്ക് എഡിറ്റ് ചെയ്തായിരിക്കാം തോന്നുന്നു. അത് നമുക്ക് ആ വിഷയം അടാ, ഒരു മുഖ്യമന്ത്രിനെ വരെ പറ്റിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രി തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അറിയാലോ, അത് അതുലിനും അറിയാലോ ഇവരുള്ളത്. അപ്പൊ അത് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചതാടാ. ഓക്കെ കേട്ടോ, താങ്ക് യു. പിന്നെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയണമെന്നുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇതിന്റെ മേലിൽ ഇനി എന്ത് വിഷയങ്ങൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്, മുന്നോട്ട് കൊണ്ടുപോകാനും തയ്യാറാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഇവിടെ ആരുടെ ഭാഗത്ത് തെറ്റ്, ആരാണ് പ്രശ്നം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് പറയൂ, ഞാൻ ഇതാക്കാം. കാരണം എന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ക്രൂശിച്ച ഓരോ മാധ്യമങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങൾ ഈ വിഷയത്തിന്റെ സത്യസന്ധമായിട്ടുള്ള വേർഷൻ മനസ്സിലാക്കി ഇത്തരം വിഷയത്തിനകത്ത് ഇടപെടണം. എനിക്ക് ആരോടും പ്രശ്നമോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇതൊക്കെ ഭവിഷ്യത്തുകളായിട്ട് വരുന്നത് എന്നെ പോലെ ഒരു ബോൾഡായി നിൽക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് പിന്നെ ദിയാസനയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയെങ്കിലും നിങ്ങൾ ഇതുപോലെയുള്ള ഈ അഭിഹിതം നടത്തുന്ന ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പിയാട്ടിയിട്ട് വിടുക. അതായത് ആണായാലും പെണ്ണായാലും കുടുംബം തകർക്കുന്ന ഒരു മഹതികളെയും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അതിനിപ്പോൾ എത്ര വലിയ ഫ്രണ്ടായാലും ശരി, എത്ര വലിയ ബന്ധുവായാലും ശരി, അങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ എന്താ വെച്ചാൽ ചാണകം ചാരിയ ചാണകം മണക്കും, ചന്ദനം ചാരിക്കഴിഞ്ഞാൽ ചന്ദനം മണക്കും. നിങ്ങൾ പോയി ചാരിയിരിക്കുന്നത് ചാണകം, ആ ചാണകല്ലേ, ആ ചാണകമെന്ന് വിചാരിച്ചിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട. അതൊന്നല്ല, നമ്മളിതൊരു പൊതുവായിട്ടുള്ളൊരു പഴഞ്ചൊല്ല് പറയുന്നതാണ്. അതാണ് നിങ്ങൾക്ക് പറ്റിയൊരു സംഭവം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾ തെളിയിക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്ത്രീയുടെ പേരിൽ കേസിനോ എന്തിനെങ്കിലും പോവുക, അവരെടുക്കുന്ന നഷ്ടപരിഹാരം തന്നെ വാങ്ങിക്കുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചില ആൾക്കാർ പറയും 20 കോടി വേണം, അങ്ങനെയൊന്നും നിർത്താൻ പാടില്ല. കൃത്യമായിട്ട് നിങ്ങൾ കോടതിയിൽ പോയിട്ട് ചെയ്യണം. ഇത് അതാ വേണ്ടത്. അതിൽ ജയിച്ചിട്ട് ഓരോ ഇതിലും വീഡിയോ ഇടുക വേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള അപരാധ കേസുകളിൽ പോയിട്ട് ഇടപെടാതിരിക്കുക, മനസ്സിലാക്കാതെയോ. അതായത് കുടുംബം തകർക്കുന്ന ഒരുത്തനെയും വെച്ചുകൊണ്ടിരിക്കേണ്ട, എന്തിനാ വെറുതെയെങ്കിലും. നന്ദി, നമസ്കാരം.